യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. ആരാധനയ്ക്കായി ഒരു കർത്ത ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് സ്തോത്രം. 13-ാം സങ്കീർത്തനത്തിലെ 5ഉം 6ഉം വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് 2 കാര്യങ്ങളാണ് ദൈവമഹത്വത്തിനായി ചെയ്യാൻ കഴിയുന്നത്. ഒന്നാമത്, ദൈവം നൽകിയ രക്ഷയിൽ ആനന്ദിക്കുന്ന ഒരു ഹൃദയം. രണ്ടാമത്, ദൈവത്തെ സ്തുതിക്കുന്ന അധരങ്ങൾ. ദൈവം കരുണ ചെയ്തുവെന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ നിലയിൽ സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും കഴിയൂ. എന്നാൽ ദൈവം നമ്മോട് ചെയ്ത ഏറ്റവും വലിയ കരുണ എന്താണ്? സങ്കീർത്തനം 78:38 ദൈവം കരുണ ചെയ്തതിനാൽ അവൻ അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. തൻ്റെ ക്രോധത്തെ മുഴുവൻ ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ മഹാകരുണയാൽ നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചുവെന്ന് മാത്രമല്ല, നമ്മെ നശിപ്പിക്കാതെ തൻ്റെ ക്രോധം അടക്കി എന്നതാണ്. നമ്മുടെ അകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ദൈവക്രോധം നമ്മുടെ മേൽ ചൊരിയേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അനുഭവിച്ചു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്ന കർത്താവിനെയാണ് നാം ക്രൂശിൽ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ നിന്ദിക്കുന്നവരും തങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുന്നവരും അക്കാലത്തുമുണ്ടായിരുന്നു. എന്നാൽ അത് നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുണയായിരുന്നു എന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ രക്ഷ സ്വായത്തമാക്കാൻ കഴിയൂ. ഇന്ന് ലോകമെമ്പാടും രക്ഷിക്കപ്പെട്ട ദൈവജനം ആ മഹത്തായ ദൈവ കരുണയുടെ മാഹാത്മ്യം മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്ന ഒരു ഹൃദയമുണ്ട്. മനുഷ്യർ ആനന്ദം കണ്ടെത്തുന്നത് ലൗകിക വിഷയങ്ങളിലാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതാണ് രക്ഷയുടെ സന്തോഷം. രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും എന്നാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്. ഭൗമിക സന്തോഷങ്ങൾ താൽക്കാലികമെന്നും ആത്മീക സന്തോഷം നിത്യമെന്നും മനസ്സിലാക്കിയാൽ പിന്നെ താൽക്കാലിക സന്തോഷങ്ങളുടെ പിന്നാലെ ആരും പോകാൻ തയ്യാറാകിയില്ല. അഥവാ അങ്ങനെ പോയിട്ടുള്ളവർ ബഹുദുഃഖങ്ങൾക്ക് അധീനരായിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിഞ്ഞവർ ആ രക്ഷയിൽ ആനന്ദിക്കുമെന്ന് മാത്രമല്ല, അവർ തങ്ങളുടെ അധരങ്ങളാൽ ദൈവത്തെ പാടി സ്തുതിക്കുകയും ചെയ്യും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവം നമുക്ക് നന്മ ചെയ്തത് കൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത്. ഞാൻ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കുമെന്ന് 145-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. പ്രിയരെ, ഈ കർത്ത ദിവസത്തിൽ ദൈവത്തിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയവും ദൈവത്തെ പാടി സ്തുതിക്കുന്ന അധരങ്ങളുമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒരിക്കൽ നമ്മുടെ വായിൽ പാട്ടില്ലായിരുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ വായിൽ കയ്പും ശാപവും നിറഞ്ഞിരുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വായിൽ നിന്ന് വന്നിരുന്നുള്ളൂ. എന്നാൽ വായിൽ സ്തുതിയും സ്തോത്രവും നൽകിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് നമുക്കും ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ പാനപാത്രവുമായി നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയ്ക്കായി സ്തോത്രം ചെയ്യാം. രക്ഷയുടെ ഉല്ലാസഘോഷം ഹൃദയത്തിൽ നിറഞ്ഞ് സന്തോഷത്തോടുകൂടെ പാട്ടോടുകൂടെ നമുക്ക് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഒരിക്കൽ ഞങ്ങളുടെ വായിൽ സന്തോഷമില്ലായിരുന്നു, സ്തുതിയില്ലായിരുന്നു, പാട്ടില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കത്തക്ക നിലയിൽ, ആരാധിക്കത്തക്ക നിലയിൽ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ രക്ഷയിൽ ആനന്ദിക്കുവാൻ കഴിയുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ സന്തോഷത്തോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. സകല സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ
നമസ്കരിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.